എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹബന്ധങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഈ ലൈവ് വീഡിയോകൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ വിഭാഗത്തിന് വേണ്ടിയല്ല, മറിച്ച് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി മലയാള ഭാഷ സംസാരിക്കുന്നവരും അത് മനസ്സിലാക്കുന്നവരുമായി വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരുമായി ഈ വീഡിയോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് എൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയുള്ള ശുശ്രൂഷകൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വേർതിരിച്ച് ചെയ്യുന്നു എന്നുള്ള ചിന്ത വാസ്തവത്തിൽ അത് വേണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മനോഹരമായ വിഷയമാണ്. വീണ്ടെടുപ്പിന്റെ ദർശനം എന്നുള്ള വിഷയമാണ്. സങ്കീർത്തനങ്ങൾ 49:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യങ്ങൾ, അതിൽ സങ്കീർത്തനങ്ങൾ 49:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. 2-ാം ഭാഗത്ത് പറയുന്നത്, പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ സങ്കീർത്തനത്തിന്റെ മുഖവരിയായി പറഞ്ഞു കഴിഞ്ഞാൽ കോരഹ് പുത്രന്മാർ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. സംഖ്യാപുസ്തകം 16-ാം അധ്യായമാണ് ഈ സങ്കീർത്തനം എഴുതുന്നതിന്റെ പശ്ചാത്തലമായിട്ട് അവര് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തോടും ദൈവ വ്യവസ്ഥയോടും മത്സരിച്ച തങ്ങളുടെ പിതാക്കന്മാരെ ഭൂമി വായ് പിളർന്ന് വിഴുങ്ങുന്നത് അവർ നേരിൽ കണ്ടതാണ്. തങ്ങളുടെ പിതാക്കന്മാരുടെ നാശത്തെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടെടുക്കപ്പെടുവാൻ കഴിയാത്തവരായി അവർ നശിച്ചല്ലോ എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തെ ഭരിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു, അവര് ദൈവസേനയിൽ പാടിയ ഒരു പാട്ടിന്റെ ചില വരികളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഈ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നത്. ഈ ബന്ധത്തില് ഇതൊരു പഠനമാണ്, ഒരു പ്രസംഗമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ചെറുതായിട്ട് പറയാം. എന്താണ് വീണ്ടെടുപ്പ്? വാട്ട് ഈസ് റിഡംഷൻ? To be purchased out of the marketplace paying a ransom price എന്നാണ് അതിന്റെ അർത്ഥം. പൊതുസ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ചന്തസ്ഥലത്ത് നിന്ന് മറവില കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങുക എന്നാണ് വാസ്തവത്തിൽ വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം. വാസ്തവത്തില് മനുഷ്യജാതി ഒന്നുപോലെ ദൈവസേനയിൽ നഷ്ടപ്പെട്ടവരാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവസേനയിൽ പാപം ചെയ്തു പോയ മനുഷ്യന് ദൈവത്തെ നഷ്ടമായി. അവൻ ദൈവസേനയിൽ അന്യാധീനപ്പെട്ടു പോയി. അതായത് സാത്താന്റെ വകയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ കൈവശത്തു നിന്നും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ താനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മറുവില കൊടുത്ത് മടക്കി വാങ്ങുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് എഫേസ്യ ലേഖനം 2-ൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചുപോയി. അതാണ് നമുക്ക് സംഭവിച്ച ഒന്നാമത്തെ കാര്യം. 2, ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് ദൈവത്തോട് അനുസരണം കെട്ടവരായി നമ്മൾ ജീവിച്ചു പോകുന്നു. 3, നാം എല്ലാവരും ജഡമോഹങ്ങൾക്ക് അധീനരായി തീർന്നു. 4, നമ്മളെല്ലാവരും കോപത്തിന്റെ മക്കളായി ഭവിച്ചു. ഇതായിരുന്നു എല്ലാ മനുഷ്യന്റെയും യഥാർത്ഥമാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സങ്കീർത്തനം 49:7-8 വാക്യങ്ങൾ എഴുതുവാൻ പറയുന്നത്, സഹോദരനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല, കാരണം അവന്റെ വീണ്ടെടുപ്പ് വില വളരെ വിലയേറത്, അത് ഒരു നാളും സാധിക്കുകയില്ല എന്നാണ്. ആദ്യമായി നമ്മൾ ചിന്തിക്കപ്പെടുന്നത് വീണ്ടെടുക്കപ്പെടേണ്ട വസ്തുക്കളെ കുറിച്ചാണ്. ദൈവിക വീണ്ടെടുപ്പിന്റെ പരിധി ഏതെല്ലാം മണ്ഡലങ്ങളിലാണെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. 1, മൃഗങ്ങൾ. പുറപ്പാട് പുസ്തകം 13:13. അവിടെ വായിക്കുമ്പോൾ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം, അതിനെ വീണ്ടുകൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. ഇതായിരുന്നു പ്രമാണം.
ദൈവകൃപയാൽ ബുദ്ധികെട്ട കഴുതകൾ സമാനമായിരുന്ന നമ്മെ ദൈവപുത്രനായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം വീണ്ടെടുത്തു, അല്ലെങ്കിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. രണ്ടാമത് പറയുന്നത് വസ്തുവകളെ കുറിച്ചാണ്. മനുഷ്യനെ, മൃഗങ്ങളെ തന്നെയല്ല, വസ്തുവകൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടെടുക്കണം. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളും ലേവ്യ പുസ്തകം 25-ന്റെ 23-25 വാക്യങ്ങളും ഈ യാഥാർത്ഥ്യത്തെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സഹോദരന്റെ വസ്തുവകൾ അന്യാധീനപ്പെട്ടു പോയാൽ രക്തബന്ധത്തിൽപ്പെട്ട ആൾ അത് വീണ്ടെടുക്കണം എന്നതാണ് നിയമം. ഏലീമേലേക്കിന്റെ വയലിന്റെ വിൽപ്പനയുള്ള ബന്ധത്തില് സാക്ഷാൽ വീണ്ടെടുക്കുവാനോട് അത് വീണ്ടെടുക്കുവാൻ ആവശ്യപ്പെടുന്നതും അദ്ദേഹത്തിന് അതിന് മനസ്സ് വരായികയാൽ ബോവസ് അതിനെ വീണ്ടെടുക്കുന്നതുമായ മനോഹരമായ ചിത്രം രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഇവിടെ വീണ്ടെടുക്കുവാൻ കഴിയാതെ പോയ വ്യക്തി ന്യായപ്രമാണത്തെയും സകലത്തെയും വീണ്ടെടുത്ത ബോവസ് കർത്താവായ യേശു ക്രിസ്തുവിനെയും സൂചിപ്പിക്കാറുണ്ട്. മൂന്നാമതായി പറയപ്പെടുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പ്. സങ്കീർത്തനങ്ങൾ 49-ന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടെടുക്കപ്പെടേണ്ടവയിൽ മൂന്നാമത് പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ്. ഈ കാര്യം വീണ്ടെടുപ്പുകാരന്റെ യോഗ്യതകൾ എന്ന ഭാഗത്ത് വിശദമായി ഞാൻ പറയുന്നതാണ്. വീണ്ടെടുപ്പ് എന്തിനെല്ലാം സാധ്യമല്ല എന്നുള്ളത് ആദ്യമായി ഓർപ്പിക്കപ്പെട്ടെ. പത്രോസിന്റെ 1-ാം ലേഖനം 1:18 പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ദൈവം നമ്മെ വീണ്ടെടുത്തത്, മറിച്ച് പറയാതെ ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് പൊന്നിനും വെള്ളിക്കും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല? ഒന്നാമതായി, പൊന്നും വെള്ളിയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. 2, പൊന്നും വെള്ളിയും വിലയേറിയ ലോകങ്ങളാണെങ്കിലും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് സർവ്വലോകത്തെക്കാളും വിലയേറിയ മനുഷ്യന്റെ ആത്മാവിനെ ഭൂമിയിലെ ദൈവത്തിന്റെ സൃഷ്ടിയായ വില കൂടിയ പൊന്നും വെള്ളിയും കൊണ്ട് വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാരണം പറയുന്നത് പൊന്നും വെള്ളിയും ദൈവ സൃഷ്ടിയിൽപ്പെട്ടതാകിയാലും ഈ ഇപ്പോഴത്തെ ലോകം അഗ്നിയാൽ വെന്തഴിയപ്പെടുവാൻ ഉള്ളതാകൊണ്ട് ഈ ഭൂമിയിൽ അത് ഒരിക്കൽ വെന്ത് അഴിഞ്ഞു പോകാനുള്ളതാണ്. അതുകൊണ്ട് നശിച്ചു പോകുന്ന ഈ പൊന്നും വെള്ളിയും കൊണ്ട് നാശോന്മുഖമല്ലാത്ത, അഗ്നിയിൽ ലയിച്ചു തരാത്ത, അല്ലെങ്കിൽ എരിഞ്ഞമരാത്ത, വെള്ളത്തിൽ ലയിച്ചമരാത്ത, അന്തരീക്ഷത്തിൽ അത് ലയിച്ചു പോകാത്ത ആത്മാവിനെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്? 1, പാപത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, സങ്കീർത്തനങ്ങൾ 40-ന്റെ 1. പാപത്തിന്റെ അഗാധതയിൽ താണുപോയവരായിരുന്നു മനുഷ്യവർഗം. നാശകരമായ കുഴിയും കുഴഞ്ഞ ചേരിൽ നിന്നും കർത്താവ് നമ്മെ കരകയറ്റി. അതിനവൻ ചെയ്തു, ആ കുഴഞ്ഞ ചേരിലേക്ക് അവിടുന്ന് താണ് ഇറങ്ങി വന്നു. ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാം. ഒരിക്കലും ആന തടി പിടിക്കാനായിട്ട് അതൊരു പുരയിടത്തിൽ വന്നതാണ്. എന്നാൽ സമീപത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ചതുപ്പ് ഉണ്ടായിരുന്നു. അധ്വാനിച്ചുകൊണ്ടിരിക്കെ അതിന് 4 കാലുകളും ആ ചതുപ്പിനകത്ത് താണുപോയി. ആന തടി പിടിക്കുന്നത് നമ്മളൊക്കെ കണ്ടുള്ളതാണ്. താണുപോയി. രക്ഷപ്പെടുവാൻ ആന കാണിച്ച എല്ലാ മാർഗവും അത് അപര്യാപ്തമായിരുന്നു. ഒടുവിൽ കൊലവിളിയുമായി ആന ചേറ്റിൽ പുതഞ്ഞ് നിൽക്കുകയാണ്. ഒടുവിൽ ചെയ്തതോ അനേക വൃക്ഷങ്ങൾ കൊണ്ടുവരപ്പെട്ടു. ആ വൃക്ഷക്കൊമ്പുകൾ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ വൃക്ഷക്കൊമ്പുകൾ കൊണ്ടുവന്നിട്ട് അവയിൽ ഓരോന്നോരോന്ന് വീതം ആ ചെളിയിലിട്ട് ആനയുടെ കൈകാലുകൾ സാവധാനതയോടെ ആ വൃക്ഷക്കൊമ്പിന്മേൽ ചവിട്ടിപ്പിച്ചു. അവസാനം ആ ചതുപ്പിൽ നിന്ന് ആന സമ്പൂർണമായി ഉയർത്തപ്പെട്ടു. അനേക വൃക്ഷക്കൊമ്പുകൾ വെട്ടി ആന നിൽക്കുന്ന സ്ഥലത്ത് ചതുപ്പിലിട്ടിട്ട് അതിന്മേൽ ഓരോന്നോരോന്നായി കാലുകൾ വെച്ച് ആന അതിൽ നിന്ന് കരകയറി. ഇത് തന്നെയാണ് മനുഷ്യൻ പാപത്തിന്റെ അഗാധതയിൽ അവനെ നിബന്ധിച്ചു പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ആ താണ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേരിൽ നിന്ന് രക്ഷിച്ച വിധം പറയുന്നത്. രണ്ടാമത് പറയുന്നു, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെട്ട മനുഷ്യവർഗം പിശാചിന്റെ അടിമത്വത്തിന് വിധേയപ്പെടുകയായിരുന്നു. സാത്താനും വിധേയപ്പെട്ടത് മുതൽ പിശാച് എന്ന യജമാനെ പൂർണ്ണമായി അനുസരിച്ച്, പിശാചിനോട് അനുസരണം കാണിച്ച് അവനോടുള്ള വിധേയത്വത്തിലും അനുസരണയിലുമാണ് മനുഷ്യവർഗം ജീവിച്ചുകൊണ്ടത്. എഫേസ്യർ 2:2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ എന്ത് ചെയ്തു?
ആ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 2 പത്രോസ് 2:9. എന്തിനു വേണ്ടി? ക്രിസ്തു എന്ന യജമാനന് നാം എന്നും പ്രയോജനം ഉള്ളവരായി തീരേണ്ടതിന്. അടിമക്കച്ചവടം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലെ അടിമച്ചന്തയിൽ ഒരു അടിമ പെൺകുട്ടിയെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ആ പെൺകുട്ടി സാമാന്യം ഭേദപ്പെട്ട ഒരു അടിമയായിരുന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ ദയനീയമായ നിൽപ്പും കണ്ണിലെ കാഴ്ചയും കണ്ട് സഹതാൻ തോന്നി മനസ്സലിഞ്ഞ മറ്റൊരു യജമാൻ അവളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് വന്നു. അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ വന്നപ്പോൾ ഈ ആദ്യത്തെ യജമാനോട് ഈ അടിമയ്ക്ക് എന്ത് വില വേണം എന്ന് ചോദിച്ചു. അപ്പൊ ആ യജമാന് ഒരു വലിയ വില ഈ അടിമയ്ക്ക് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ പുതുതായി അടിമയെ വാങ്ങാൻ വന്ന യജമാനൻ അതിന് യാതൊരു ബാർഗെയിനിങ് കൂടാതെ മുഴുവൻ പൈസയും കൊടുത്ത് ഈ പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങി. ഇത് രണ്ടും കണ്ടുകൊണ്ട് ആ നിസ്സഹായായി ആ അടിമ പെൺകുട്ടി നൽകുകയാണ്. അങ്ങനെ ഒന്നാമത്തെ അടിമയ്ക്ക് ഈ രണ്ടാമത്തെ അടിമ അവൾ ചോദിച്ച പൈസ മുഴുവൻ കൊടുത്തിട്ട് ഈ അടിമയെ കൈമാറ്റം ചെയ്യുമ്പോൾ ഈ അടിമ പെൺകുട്ടി ഈ രണ്ടാമത്തെ യജമാനോട് ചോദിച്ചു, അങ്ങ് ഇത്ര വലിയ ഒരു വില കൊടുത്ത് എന്തിനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത്? അപ്പൊ ആ പെൺകുട്ടി അവിടെ പെൺകുട്ടി അവള് ചോദിച്ചു, എന്തിനാ വിലയ്ക്ക് വാങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആ പെൺകുട്ടിയോട് ഇങ്ങനെയാണ്: കഴിഞ്ഞ കാലം മുഴുവൻ നീ ആ യജമാന് വിശ്വസ്തമായി സേവിച്ചു. എന്നാലേ അങ്ങനെയുള്ള ഈ ഈ ഈ സാഹചര്യത്തില് വാസ്തവത്തില് നിന്നെ ഈ ചോദിച്ച പണം മുഴുവൻ കൊടുത്ത് നിന്നെ എന്നേക്കും സ്വതന്ത്രയായി വിട്ടയക്കാനാണ് ഞാൻ നിന്നെ ഈ പണം മുഴുവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞു. പാപിയായ മനുഷ്യനെ കർത്താവായ യേശു പാപത്തിന്റെ അടിമച്ചന്തയിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് നമ്മെ എന്നേക്കും സ്വതന്ത്രരായി വിടാനാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, സാത്താന്റെ അടിമത്തിലായിരുന്നു നമ്മെ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുമായി സ്വതന്ത്രർ ആക്കിയിരിക്കുന്നു. 3, നിത്യ മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു. നിത്യമരണത്തിൽ നിന്ന് അവിടെ നമ്മെ വീണ്ടെടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്ന് റോമർ 8:1 അപ്പോസ്തലൻ പറയുന്നു. ഇനി വീണ്ടെടുപ്പുകാരന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചുരുക്കമായി ഞാൻ പറയാം. 1, ഈ വീണ്ടെടുക്കാൻ കഴിയുന്ന ആൾ, ആർക്കും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നാണല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. എന്നാൽ ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടാകണമെങ്കിൽ അവനുള്ള യോഗ്യതകളുണ്ട്. സഹോദരന്റെ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കില്ല, അത് വിലയേറിയത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണം? അതിലേക്ക് 3 കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. 1, വീണ്ടെടുപ്പുകാരൻ ചാർച്ചക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ബന്ധുവായിരിക്കണം. ലേവ്യ പുസ്തകം 25:48, എബ്രായർ 2:14, ഗലാത്യർ 4:4, മത്തായി 1:21. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായിട്ടുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ത് ചെയ്തു? അവൻ മനുഷ്യന്റെ പ്രശ്നങ്ങളോട് ഇഴുകിച്ചേർന്ന് അവരോട് സംസാരിക്കുക, അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, അത് മാത്രമല്ല അവനെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മനുഷ്യ ശരീരം സ്വീകരിച്ച് നമ്മിൽ ഒരുവനെ പോലെ ചാർച്ചക്കാരനായി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ കർത്താവായ യേശു എന്തിനാണ് മനുഷ്യനായി തീർന്നതെന്ന് ചോദിച്ചാൽ, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയാൽ അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി നമ്മുടെ ചാർച്ചക്കാരനായി തീർന്നു. പാപമൊഴികെ സകലത്തിലും അവൻ തുല്യനായി മനുഷ്യനെ പോലെ ആയിത്തീർന്നു. എങ്കിൽ മാത്രമേ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കുമായിട്ടുള്ളൂ. 2, വീണ്ടെടുപ്പുകാരൻ ചാർച്ചക്കാരനായിരിക്കും മാത്രമല്ല അതിന് ആസ്തിയുള്ളവൻ അല്ലെങ്കിൽ കഴിവുള്ളവൻ കൂടിയായിരിക്കണം. 2 കൊരിന്തി 8:19, ഇരമ്യാവ് 50:34. 2 കൊരിന്തി 8:19 വായിക്കുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാസമ്പന്നായിട്ടു ദരിദ്രരായി നമ്മെ സമ്പന്നാക്കുവാൻ നിങ്ങൾ നിമിത്തം അനുഭവിച്ച ദൈവ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസ് പറയുകയാണ്, കർത്താവ് മഹാസമ്പന്നാണ്, സകലത്തിന്റെ അവകാശിയാണ് അവൻ സകലത്തിനും അവകാശി എന്ന് കൊലോസ്യ ലേഖനം 1 വായിക്കുന്നു. എന്നാൽ അവൻ എന്ത് ചെയ്തു? നമ്മെ വീണ്ടെടുക്കുവാൻ താൻ മഹാസമ്പന്നായിരിക്കുന്നത് ദരിദ്രനായി തീർന്നു. നമ്മുടെ കർത്താവ് വീണ്ടെടുക്കുവാൻ്റെ കോണം ശക്തനാണ്, അവിടുന്ന് കരുത്തുള്ളവനാണ്.
ബലവാനെ പിടിച്ചുകിട്ടില്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ ബലവാൻ പിശാചും ബലമേറിയവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമാണ്. തന്റെ ക്രൂശിലെ മരണത്തിൽ അവൻ എന്താണ് വാസ്തവത്തിൽ ചെയ്തത് എന്ന് പഠിക്കണം. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിന്മേൽ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുവാൻ കരുത്തനും ശക്തനുമാണ്. 3, വീണ്ടെടുപ്പുകാരൻ മനസ്സുള്ളവനായിരിക്കണം. അപ്പൊ അവൻ ചാർച്ചക്കാരനായിരിക്കണം. 2, അവന് കഴിവുള്ളവനായിരിക്കണം. 3, അവൻ മനസ്സുള്ളവനായിരിക്കണം. എബ്രായർ 2:10 അവിടെ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർക്കുന്നത് യുക്തമെന്ന് ദൈവത്തിന് തോന്നി എന്ന് നമ്മൾ വായിക്കുന്നു. കാലുകളിലെ ക്രൂശിൽ പാപിയായ ദൈവം സ്നേഹിച്ച സ്നേഹത്തിന്റെ വ്യാപ്തിയുടെ പ്രദർശന വേദിയാണ്. ക്രൂശ് ദൈവസ്നേഹത്തിന്റെ കാരണമല്ല, അതിന്റെ പരമകാഷ്ഠയാണ്. അവിടെയാണ് ദൈവസ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തില് ഞാൻ നിങ്ങൾ യാതൊരു നന്മയും ചെയ്തല്ല, പ്രത്യേക ദൈവത്തിൽ ദ്രോഹം പ്രവർത്തിച്ച് നമ്മെ രക്ഷിപ്പാൻ ദൈവം കാരണം കൂടാതെ നമ്മെ സ്നേഹിച്ചു. അതിനവന് മനസ്സുള്ളവനായി തീർന്നു. കർത്താവിന്റെ ഭാവിയെ സ്നേഹിച്ച സ്നേഹം എത്ര അവാച്യവും എത്ര ആഴമേറിയതുമാണ്. നമ്മളെ സ്നേഹിക്കാൻ ദൈവത്തിന് യാതൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല. അഭക്തരും പാപികളും ബലഹീനരും ദൈവത്തോട് ശത്രുക്കളുമായിരുന്ന മനുഷ്യവർഗത്തെ കാരണം കൂടാതെ ദൈവം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പ്രദർശനം കാൽവരിയിലെ ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രന്റെ മരണത്തിൽ കർത്താവായ യേശു പ്രദർശിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നാം ദൈവസന്നിധിയിൽ വീണ്ടെടുക്കപ്പെട്ടവരായി തീർന്നത്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അതിപ്രധാന പ്രമേയമായ വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ചുരുക്കമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയായിരുന്നു. വീണ്ടെടുപ്പ് എന്നാൽ എന്താണ്? വീണ്ടെടുക്കപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണ്? മനുഷ്യൻ, വസ്തുവകൾ, മൃഗങ്ങൾ, ഇത് 3മാണ് വീണ്ടെടുക്കപ്പെടേണ്ടത്. വീണ്ടെടുക്കപ്പെടുന്നവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? അവന് ചാർച്ചക്കാരനായിരിക്കണം, കഴിവുള്ളവനായിരിക്കണം, മനസ്സുള്ളവനായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു നമ്മെ സമ്പൂർണ്ണമായി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യനായി തീർന്ന് നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. അങ്ങനെ നമ്മുടെ വീണ്ടെടുപ്പ് എന്നേക്കുമായി കർത്താവ് ക്രൂശിൽ സാധിപ്പിച്ചു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. ഇത് വീണ്ടെടുപ്പിനെ സംബന്ധിച്ചുള്ള ഉപദേശ സത്യമാണ്. ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നാമം മഹത്വപ്പെടുന്നതാകട്ടെ.